പഴയ ഫിനാൻഷ്യൽ ഇയറിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്കൊരു IT റീഫണ്ട് ഉണ്ടാവുകയും എന്നാൽ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാത്തത് കാരണം ആ റീഫണ്ട് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾക്ക് ആ റീഫണ്ട് നേടിയെടുക്കാൻ ഒരു സൊല്യൂഷൻ ഉണ്ട്. നോർമൽ കോഴ്സിൽ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഡ്യൂ ഡേറ്റിന് ശേഷവും ഡിസംബർ 31 വരെ നമുക്ക് ബിലേറ്റഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 2 വർഷം വരെ അപ്ഡേറ്റഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ അപ്ഡേറ്റഡ് റിട്ടേണിനകത്ത് നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുകയില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് ഇൻകം ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യാനായിട്ടാണ് നമുക്ക് ITR-U എന്ന അപ്ഡേറ്റഡ് റിട്ടേൺ ഓപ്ഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്കൊരു ജെന്യുവൻ റീസൺ കൊണ്ടാണ് സമയത്ത് ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ കഴിയാതെ പോയതെങ്കിൽ ആ ഡിലേ കണ്ടോൺ ചെയ്യാനായിട്ട് നമുക്ക് പ്രിൻസിപ്പൽ കമ്മീഷണർക്ക് കണ്ടോണേഷൻ റിക്വസ്റ്റ് കൊടുക്കാൻ കഴിയും. ഇൻകം ടാക്സിലെ സെക്ഷൻ 119 എന്നുള്ള പ്രൊവിഷൻ പ്രകാരം നിങ്ങൾക്കൊരു കണ്ടോണേഷൻ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാനും ആ കണ്ടോണേഷൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ അതിന് എഗൻസ്റ്റായി നിങ്ങൾക്ക് ബിലേറ്റഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനായിട്ടും കഴിയും. ഇത് ഡിസംബർ 31 സമയപരിധിക്ക് ബാധകമല്ല. അത് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് കണ്ടോണേഷൻ റിക്വസ്റ്റ് പ്രകാരം IT റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനും പഴയ കാലങ്ങളിലെ ഇതുപോലത്തെ എലിജിബിൾ ആയിട്ടുള്ള റീഫണ്ട് നേടിയെടുക്കാനായിട്ടും കഴിയും.